എന്ന് പറഞ്ഞേ? എൻ്റെ പേര് ശേഖരൻ. ആ, ഈ ഉച്ചാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാമോ? ഓ, ഉച്ചാരണം നമ്മൾ ആദ്യം ദൈവം കാണും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ദൈവത്തിന് വല്ല എല്ലാവർക്കും ഒരു പൈസ ഒരു ദൈവം കണ്ട് ഭണ്ഡാരം അതിന് പൈസ ഇടണം. ഭണ്ഡാരമുണ്ട്, അതിൽ പൈസ ഇടും. അത് കഴിഞ്ഞാൽ ഉച്ചക്കൊരു ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞോ, രാത്രി കളിയാണ്. ദൈവം വരും. ദൈവം വരും. ദൈവമാണ് കളിയിടുന്നത്, ഞങ്ങളെ തപ്പക്കളി. അത് കഴിഞ്ഞാൽ പിന്നെ ആ കളിയുടെ പേരെന്താ? തപ്പക്കളി. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞോ, പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞാൽ ഊരാളിമാർ വരും. ഊരാളിമാരെ കളി. അത് നമ്മുടെ ആചാരത്തിന്റെ ഭാഗമാണ്. അത് താഴെ കുടിന്നാന്ന് കളി പോണേ. താഴെ കുടിന്ന് തീക്കൊള്ളി എടുക്കും. തീക്കൊള്ളി എടുത്തിട്ട് അവിടെ ഊരാളിമാർക്ക് കൊണ്ട് തീയിട്ട് കൊടുക്കും. അവിടെ നമ്മളെ ദൈവപ്പൻ്റെ അവിടെ. അത് അവിടെ നിന്നാണ് കളി. അവിടെ താഴെ കുടിന്ന കളി തുടക്കം. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഞങ്ങളെ മുത്തച്ഛമ്മ വരും, ദൈവം കാണും, മുത്തച്ഛമ്മ വരും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ കളി. അവരൊക്കെ ചോറും കറിയും കൊടുക്കും ഉച്ചയ്ക്ക് കേട്ടോ. ഉച്ചയ്ക്ക് ചോറും കറിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു കളിയുണ്ട്. നമ്മളെ അവിടെ ഒരു വട്ടക്കളി കളിക്കും. അത് മറ്റേ ഈ കളം പിന്നെ പാളാക്കണ്ട വെച്ചിട്ട് ഒരു കളി, ഞങ്ങളെ ആൾക്കാരെ കളി. അത് കഴിഞ്ഞാൽ പിന്നെ അവർ വന്ന ദൈവം വരും. ദൈവം വന്ന കളി ലാസ്റ്റാണ്. അത് തന്നെ, അത്രയേ ഉള്ളൂ. ഈ ഉച്ചാല് ഏത് മാസം? നമ്മൾ ഒരു കുംഭമാസം. 1, 2, 3. 3 ലാസ്റ്റ്. 3 തീരും. അപ്പൊ വേറെ പുറമേ നിന്നുള്ള ആളുകളൊക്കെ വരുമോ? ഇഷ്ടം പോലെ ആൾക്കാർ വരും. ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പൊ എല്ലാവർക്കും സാപ്പാട് കൊടുക്കും ഉച്ചയ്ക്ക്. അപ്പൊ അതിന്റെ എങ്ങനെയാ നിങ്ങള്? അത് ഞങ്ങളെ പിരിവാണ്. എടുക്കും. ഞങ്ങളെ വീട്ടുകാരും 1500 രൂപ പിരിവ് എടുക്കും. എന്നിട്ടാണ് എല്ലാവർക്കും ഭക്ഷണം. പിന്നെ പണ്ടാത്തും കൂടെ പൈസ കിട്ടുമ്പോൾ പിരിവൊക്കെ അതൊക്കെ കിട്ടും. അതൊക്കെ കുടിച്ച് ഒപ്പിച്ചിട്ട് എല്ലാവർക്കും കൂടെ ഭക്ഷണം കൊടുക്കും. പിന്നെ നമ്മൾ പുറത്തുനിന്നും പിരിവില്ല. ഏകദേശം എത്ര കുടുംബങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം പങ്കെടുത്തിട്ടുണ്ടാവും? 2000 ഉണ്ടല്ലേ, 1500 ഉണ്ടാവും ഭക്ഷണം കൊടുത്തിട്ട്. അല്ലേ, വലിയ പരിപാടിയാണോ? വലിയ പരിപാടി തന്നെ. അതെ അല്ലേ. ഇതിപ്പോ എത്ര വർഷമായി നിങ്ങളുടെ ഓർമ്മയിൽ? ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ഇത്? അതെ അല്ലേ. അതും പറയാം, അതിന്റെ അപ്പുറത്തേക്കുണ്ടാവും. നിങ്ങൾ രാജാക്കന്മാരുടെ ഇതല്ലേ വരുന്നല്ലേ? കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ തലമുറ ഉണ്ടാവല്ലോ. തലമുറ രാജാക്കന്മാരായിട്ടാ അറിയപ്പെടും. 100-300 ഉണ്ടാവും. പക്ഷെ ആ 300 വർഷമുള്ള ആ പിന്നെ ആചാരം ഇപ്പോഴും അവര് അതേപോലെ തന്നെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. നമുക്കിപ്പോ ദൈവത്തെ മാത്രം കിട്ടാനില്ല, ഇപ്പൊ പൂജിക്കാൻ കൊണ്ടുവരുന്നു. അതെയോ? ദൈവം അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ 2 ദൈവം ഉണ്ടായിരുന്നു. ഇല്ല. 2000 രൂപ കൊടുക്കണം. അപ്പൊ 2000 രൂപ കൊടുക്കണം. ഉച്ചാരണ എത്ര കൊടുത്താൽ അടാ? ഇപ്പൊ എവിടുന്ന ആള് വരുന്നത്? കൽപ്പറ്റ വരുന്നേ. ഒക്കെ നിങ്ങള് ഇപ്പൊ കുറുമ വിഭാഗം അല്ലേ? അതെ, കുറുമ അല്ലേ. അപ്പൊ അതിലേക്ക് എങ്ങനെ ഇവര് വരുന്നത്? ഈ ഊരാളിമാര് എങ്ങനെ? അവർക്കൊരു അവകാശം. പണിയൻ നായക്കൊന്നും കിട്ടില്ല. അവർക്കൊരു അവകാശമാണ്. അത് പണ്ടേ ഉള്ള. അവരെ കൂലിയൊന്നല്ല, നെല്ലാണ്. വെല്ലിക്കൂറ് പറഞ്ഞ ഞങ്ങൾ നെല്ല് പറയും. ആ നെല്ലാണ് അവരെ കൊടുക്കുന്നത്. കാസറായി കാസറ്, അരായെങ്കിൽ 1 കിലോ അങ്ങനെ അവരതും വീതം വെച്ചിട്ട് കൂട്ടുന്നു. അവരെ അത് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടി ദോഷം ചെയ്യും. അങ്ങനെയാണല്ലേ. ചെറിയ മലൊക്കെ കണ്ടാമലൊക്കെ പോയില്ലേ? ഓക്കെ, എന്നായിക്കോട്ടെ കേട്ടോ.